ദുർഗ യൂട്യൂബ് ചാനൽ ജോത്സ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയണത്, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ രവിയുടെ കാരകത്വങ്ങളാണ് പറഞ്ഞത്. രാശിചക്രത്തിലെ ചിങ്ങൻ രാശിയുടെ കാരകത്വങ്ങൾ, രവിയുടെ അതായത് ചിങ്ങൻ രാശിയുടെ അധിപനായ രവിയുടെ കാരകത്വങ്ങളാണ്. ഇന്ന് പറയാൻ പോകുന്നത് കർക്കിടകം രാശിയുടെ അധിപനായ ചന്ദ്രൻ്റെ കാരകത്വങ്ങളാണ് പറയാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ചെറിയ രണ്ട് കാര്യങ്ങളോട് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത്, ഗണിതം താല്പര്യമുള്ളവർക്ക്, അതായത് ഗണിതം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക്, അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജ്യോതിഷം എന്നുള്ളത് ഏതൊരു ജ്യോതിഷത്തിലും ഈ ഗണിതം ഇല്ല. കാരണം വെച്ചാൽ എല്ലാം മിനിറ്റ് സെക്കൻഡ് വ്യത്യാസമില്ലാതെ സോഫ്റ്റ്വെയറിലെല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ ഒരുപാട് വലിയ ഗഹനത്തിലേക്കൊന്നും ആർക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ നോട്ട് തയ്യാറാക്കുന്നത്, കാരണം എങ്ങനെയാണ് ഗണിതം തയ്യാറാക്കേണ്ടതെന്ന് അങ്ങനെ അറിയണ്ടേ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചെറിയ വിവരണമാണ് പറയാൻ പോണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാൻ ഇത് കാരണം വെച്ചാൽ, നമ്മൾ ഗണിതം എന്ന് പറയുന്നത് അതിലളിതമായ രീതിയിൽ തന്നെ ഏതൊരു സാധാരണക്കാർക്കും മനസ്സിലാവുന്ന രീതിയിൽ ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ എന്ന പാർട്ടായിട്ട് ഞാൻ ഏകദേശം 81 പാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ഞാൻ അത് ഭാവിയിലേക്ക് ഒരു ബുക്കാക്കാൻ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഞാനതിന് ഒരുപാട് അതിൻ്റെ സംഗതികൾ ഉള്ളത് കൊണ്ട് ഞാൻ അതിൽ കുറച്ച് കാലതാമസമൊക്കെ വരും. അപ്പോൾ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ ജ്യോതിഷം എന്നുള്ള വലിയ ഒരുപാട് സംസ്കൃതങ്ങളോ ഒരുപാട് തത്വങ്ങളോ ഒന്നുമില്ല. ഏറ്റവും കൂടുതൽ നമ്മുടെ കുടുംബത്തിന് തന്നെ ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. കാരണം ജ്യോതിഷം എന്നുള്ളത് വളരെ ദയനീയമായിട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. കാരണം വെച്ചാൽ ഒരു ജ്യോതിഷം സമീപിക്കുമ്പോൾ സങ്കടപരമായിട്ടാണ് ഓരോ ആൾക്കാർ ജ്യോതിഷം സമീപിക്കുന്നത്. ആ സമീപിക്കുന്ന സമയത്ത് വീണ്ടും സങ്കടം പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ എല്ലാവരും പറയുന്ന ജ്യോതിഷം എടുത്തൊരു സമയം നോക്കാൻ പോകുമ്പോൾ ജ്യോതിഷം പറഞ്ഞ ഗ്രഹനില പ്രകാരം ഇപ്പോൾ ഏഴരശനി കാലഘട്ടമാണ്, കണ്ടകശനി കാലഘട്ടമാണ്, അതുകൊണ്ട് ഒരു കാര്യം നടക്കില്ല, 2 വർഷം ദുരിതം തന്നെയായിരിക്കുന്നു. പിന്നെ ആ ഒരു വിഷമമായിരിക്കും നമ്മുടെ എന്താണ് നമ്മളൊരു ജ്യോതിഷം എടുത്ത് പോകുമ്പോൾ നമ്മൾ കൊടുക്കണ ഈ മൈൻഡുകൾ, അല്ലെങ്കിൽ അവന് കൊടുക്കണ സംസാരത്തിൽ കൊടുക്കണം, അല്ലെങ്കിൽ അവനെന്താണോ പ്രശ്നം അതിന് നമ്മൾ എന്താണ് കൊടുക്കുന്ന ഉത്തരം, ആ ഉത്തരമായിരിക്കും ജീവിതകാലം അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് ഇയാളുടെ ഈ പ്രഷ്ടാവ് എന്ന് പറയുമ്പോൾ പ്രഷ്ടാവിൻ്റെ ചിന്തയിലേക്ക് വരുന്നത്. ഇവൻ ആ ജ്യോതിഷത്തെ ആ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ റോട്ടിലേക്ക് അവർ തിരിച്ചു പോകുമ്പോൾ പിന്നെ മകനെ ഓർത്തോ അല്ലെങ്കിൽ അവരെക്കുറിച്ചോ എൻ്റെ സമയം മോശമാണ്, അതുകൊണ്ടാണ് എനിക്ക് മോശമാണ് പറഞ്ഞ് മനസ്സ് ആകെ വേവലാതിപ്പെട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനത്തെ ചിന്തയൊന്നും പാടില്ല. അതിനൊക്കെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എന്നെപ്പോലെ ഒരുപാട് പേര് ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസുകൾ ഇടുന്നുണ്ട്. എന്താണ് യഥാർത്ഥ ജ്യോതിഷം എന്നുള്ളത് കാണിക്കുന്നുണ്ട്, രാഹു കേതു ഗുളി എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് ഗണിതം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ സമീപിക്കുന്നതാണ്. അത് ഞാൻ നോട്ടായിട്ട് തന്നെ തയ്യാറാക്കും. നോട്ട് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തിട്ട് മൊബൈലിൽ തന്നെ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അത് പഠിക്കണം താല്പര്യമുണ്ട്, എങ്ങനെ ചെയ്യണം, അത് എങ്ങനെ ചെയ്യേണ്ട രീതികളൊക്കെ കൃത്യമായിട്ട് ഒരു പഞ്ചാംഗത്തോട് സഹായത്തോടു കൂടി ഞാൻ പറഞ്ഞു തരാം. അതേപോലെ തന്നെ ഇതുവരെ വന്നിരിക്കുന്ന പാർട്ടുകളൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വായിച്ച് അത് ലളിതമായി തന്നെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെന്നെ ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ ചെറിയൊരു ഫീസും ഞാൻ ഈടാക്കുന്നുണ്ട്. കാരണം എനിക്കും കിട്ടണമല്ലോ, ഇത്രയും കഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ എനിക്കും എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ തയ്യാറാക്കിയത്. ഇത്രയും നല്ല റിസ്ക് ഉള്ളൊരു പരിപാടിയാണ്. കാരണം ഉത്തമമായ ജ്യോതിഷം നിന്ന് നിങ്ങൾ ഏത് ബുക്ക് പഠിച്ചാൽ പോലും നിങ്ങൾക്ക് അത്ര ലളിതമായ രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ള വാസ്തവമാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നിരിക്കുന്നത്, രാശിചക്രത്തിലെ കർക്കിടകൻ രാശിയുടെ അധിപനായ ചന്ദ്രൻ്റെ കാരകത്വങ്ങളെക്കുറിച്ചാണ്. അതായത് ചന്ദ്രൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചന്ദ്രനെ മാതാവിനെ ചിന്തിക്കുന്നതാണ്. അപ്പോൾ ആ മാതാവിനെ ചിന്തിക്കുന്ന 4-ാം ഭാവം കൊണ്ടാണ്. അപ്പോൾ രാശിചക്രത്തിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ആ 4-ാം ഭാവമാണ് ചന്ദ്രൻ. 4-ാം ഭാവം കൊണ്ട് സൂചിക്കണം, മാതാവിനെ സൂചിപ്പിക്കും, വീട്, വാഹനം ഇത്യാദി കാര്യങ്ങളെ സൂചിക്കും. അപ്പോൾ അതിൻ്റെ കാരകത്വങ്ങളേക്ക് നമുക്കൊന്ന് നോക്കാം. അതായത് മാതൃസുഖം, അതായത് അമ്മയിൽ നിന്ന് സുഖം. അതായത് ചന്ദ്രനൊക്കെ 4-ാം ഭാവത്തിൽ നല്ല ചന്ദ്രൻ, ആ കാരകത്തിൽ തിന്നാൻ ദോഷമാണെന്ന് പറയുന്നത് ഒരിക്കലുമില്ല. കാരകത്തിൽ തിന്നു കഴിഞ്ഞാൽ ഒരു ദോഷവുമില്ല. അവിടെ ഇവിടെ ചിന്തിച്ച് നോക്ക്, 4-ാം ഭാവത്തിൽ ഒരു ഗ്രഹം നിൽക്കുകയാണ്. ആ 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന ചന്ദ്രൻ ചിലപ്പോൾ ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുകയായിരിക്കും, നല്ല ലഗ്നത്തിൻ്റെ കേന്ദ്രത്തിലായിരിക്കും നിൽക്കുന്നത്, അത് ദുസ്ഥാനത്തല്ലായിരിക്കാം. അപ്പോൾ അതുകൊണ്ട്
നിങ്ങൾ കാരകൻ കാരകത്തിൽ നിന്ന ഒരു ദോഷവുമില്ല, അത് ഗുണമേ ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ 4-ാം ഭാവത്തിലൊക്കെ മാതാവിനെ ചിന്തിക്കണം. 4-ാം ഭാവം നോക്കണം. 4-ാം ഭാവാധിപൻ എവിടെയാണ് നോക്കണം. അതായത് അതിൻ്റെ കാരകൻ ഇപ്പോൾ 4-ാം ഭാവം കുജന വിചാരിച്ചോളൂ, 4-ാം ഭാവം കുജൻ്റെ ക്ഷേത്രമാണ് വിചാരിച്ചോളൂ. ആ കുജൻ്റെ ക്ഷേത്രമാകുമ്പോൾ ആ കുജൻ 4-ാം ഭാവാധിപൻ എവിടെ ദുസ്ഥാനത്തോ എന്ന് നോക്കണം. അതിൻ്റെ കാരകനായ ചന്ദ്രനെ നോക്കണം. അങ്ങനെ ഓരോ ഭാവത്തിനും ഓരോ കാരകത്വങ്ങളുണ്ട് ഓരോ ഗ്രഹങ്ങൾക്ക്, അത് മനസ്സിലാക്കുക. അപ്പോൾ അതേപോലെ തന്നെ മാതൃസുഖം, അതായത് അമ്മയുടെ ആരോഗ്യ സുഖസ്ഥിതിയും, അതായത് ഈ അമ്മയുടെ ആരോഗ്യത്തെ ചിന്തിക്കുന്നത് ചന്ദ്രനെ കൊണ്ടാണ്. ഈ ചന്ദ്രൻ മനസ്സിൻ്റെ കാരകത്വം കൂടി വഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ മാതാവിന് ചിന്തിക്കണത് എന്ന് പറയുമ്പോൾ അമ്മയുടെ സുഖങ്ങൾ, അമ്മയിൽ നിന്നുള്ള, കാരണം വെച്ചാൽ അമ്മയ്ക്ക് ഈ ചന്ദ്രനൊക്കെ ദുസ്ഥാനൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അമ്മയുടെ ആരോഗ്യസ്ഥിതിയും അമ്മയിൽ നിന്ന് ലഭിക്കുന്ന വാത്സല്യങ്ങൾ, അതായത് മക്കൾക്ക് ഇപ്പോൾ ഒരു ജാതകം എടുക്കുകയാണെങ്കിൽ അമ്മയിൽ നിന്ന് ഗുണമോ ദോഷമോ ഏത് ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കണത്, നമ്മൾ 4-ാം ഭാവം കൊണ്ട് നോക്കുമ്പോൾ ചന്ദ്രൻ ദുസ്ഥാനത്തമാണെങ്കിൽ അല്ലെങ്കിൽ ദുസ്ഥാനത്താണെങ്കിൽ അത് ചന്ദ്രനെ കൊണ്ട് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ കുറച്ച് ഭാവിയിലേക്ക് ശ്രദ്ധ കൊടുക്കണം, അമ്മയിൽ നിന്ന് വല്ല കെയറിങ് കിട്ടുന്നില്ല, അങ്ങനെ വാത്സല്യം കുറവ് എന്നൊക്കെ പറയാൻ പറ്റും. അങ്ങനെയാണ് കാരകത്വങ്ങൾ പറയാനുള്ളത്. അതേപോലെ തന്നെയാണ് മനസ്സന്തോഷം, മനസ്സിൻ്റെ കാരകത്വം വഹിക്കുന്നതാണ് ചന്ദ്രൻ. ഈ ചന്ദ്രനും കുജനും ബന്ധപ്പെടുമ്പോൾ പ്രശ്നമാണ്. ഈ ചന്ദ്രനും കുജനും ബന്ധപ്പെടുമ്പോൾ ദൃഷ്ടി കൊണ്ടോ യോഗം കൊണ്ടോ ബന്ധപ്പെടുമ്പോൾ എന്താ പറയുന്നത്, മനസ്സ് ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുക, അനാവശ്യ ചിന്തകൾ ചിന്തിക്കുക, നാളെ അതായത് അമിതമായി ചിന്തകൾ കൂടിയിട്ട് മനസ്സ് അനാവശ്യമായിട്ട് ടെൻഷനിലേക്ക്, കാരണം കുജൻ എടുത്തുചാട്ടത്തിൻ്റെ കാരണം ചന്ദ്രൻ മനസ്സിൻ്റെ കാരകത്വം കൂടിയാണ്. കുജൻ ഇവിടെ ഇവർ രണ്ടുപേരും യോഗം ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രശ്നമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതിനും ഈ പറഞ്ഞ കാര്യങ്ങൾ ചന്ദ്രനെ കൊണ്ട് പറയുന്നുണ്ട്. പിന്നെ സമുദ്രസ്നാനം, വെഞ്ചാമരം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, വെഞ്ചാമരം നമ്മൾ ഈ വെഞ്ചാമരം, കുട, വീശറി, അതേപോലെ തന്നെ ഫലങ്ങൾ, മർദ്ദവം, പുഷ്പങ്ങൾ, പൂവിന് പുഷ്പങ്ങൾ, നല്ല ഫ്ലവറായിട്ട് പുഷ്പങ്ങൾ, സസ്യങ്ങൾ, കൃഷി, കീർത്തി, അതായത് കൃഷി സംബന്ധമായിട്ട് 4-ാം ഭാവം കൊണ്ട് കൃഷി ചിന്തിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ആ കൃഷി സംബന്ധമായിട്ടുള്ള വരുമാനം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ല ഇപ്പോൾ കൃഷി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ആ ചന്ദ്രൻ 4-ാം ഭാവത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൃഷിയിലൊക്കെ നമുക്ക് നല്ല പ്രാവീണ്യം കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് മുത്ത് പറയുമ്പോൾ എന്താ പറയുക, നമ്മുടെ മുത്തുകൾ അതിനുദ്ദേശിച്ചാൽ മതി. പിന്നെ വെങ്കലം, വെള്ളി, മധുരം അല്ലെ രസം, മധുരരസം, പാല്, വസ്ത്രം, വെള്ളം, പശു, സ്ത്രീ ജനപ്രാപ്തി, ഭോജനസുഖം, ശരീരസുഖം, സൗന്ദര്യം എന്നിവയെല്ലാം ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കുന്നു. അതായത് പുഷ്പങ്ങൾ, സസ്യങ്ങൾ, കൃഷി, കീർത്തി, പ്രശസ്തി വരെ നമുക്ക് ചന്ദ്രനെ കൊണ്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ചന്ദ്രനൊക്കെ നല്ല സ്ഥാനത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചന്ദ്രനൊക്കെ ഗുരുവായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ നല്ല മുന്നേറ്റമാണ്. ഗുരുവിൻ്റെ ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ ഗുരുവൊക്കെ നിൽക്കുകയാണെങ്കിൽ നല്ല ഒരു യോഗം, ഗജകേശ്വരി യോഗമാണ് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ ചന്ദ്രനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. മനസ്സിൻ്റെ നിയന്ത്രണം, മാതാവിൽ നിന്ന് സുഖങ്ങൾ, അങ്ങനെയൊക്കെ ഓരോ കാരകത്വങ്ങൾ. ഇപ്പം ചിങ്ങം നമ്മൾ രവിയുടെ പറഞ്ഞു, രവിയുടെ പിതൃകാരകൻ രവിയാണ്, മാതൃകാരകൻ ചന്ദ്രനാണ്. അപ്പോൾ അങ്ങനെയാണ് രാശിചക്രക്ക് 2 പേർക്കും 2 രാശിയുള്ളൂ, ബാക്കി എല്ലാവർക്കും 2 വീതം കൊടുത്തിട്ടുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ പറയും ഞാൻ. അപ്പോൾ അതേപോലെ തന്നെയാണ് പറയുന്നത്. അപ്പം ഈ സ്ത്രീജനങ്ങൾ, അതായത് എല്ലാവരുമായിട്ട്, അതായത് ഒരു സ്ത്രീ ഗ്രഹം കൂടിയാണ് ചന്ദ്രൻ, നല്ലൊരു സ്ത്രീ ഗ്രഹമാണ് ചന്ദ്രൻ. എപ്പോഴും ത്രൈണത കീപ്പ് ചെയ്യും. 4-ാം ഭാവത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഉച്ചക്ഷേത്രത്തിലൊക്കെ, അതായത് മേടം മുതൽ ഇടവെട്ട് രാശി, സ്ത്രീ രാശി, പുരുഷ രാശി എന്നുണ്ട് ഇവിടെ. ഉച്ചരാശിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ, ഇപ്പം കർക്കിടക ലഗ്നത്തിലൊക്കെ ജനിക്കുകയാണെങ്കിൽ ആ ചന്ദ്രൻ അവിടെയൊക്കെ നിൽക്കുകയാണെങ്കിൽ നല്ല ത്രൈണതയുടെ സൗമ്യമായ സ്വഭാവമായിരിക്കാം. അതേപോലെ തന്നെ നല്ലൊരു സംസാരപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആളായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഈ ചന്ദ്രനെ കൊണ്ട് ഗുണം കിട്ടാം. അതുപോലെ തന്നെ അമ്മയിൽ നിന്ന് മാതൃസുഖം, അമ്മയിൽ നിന്ന് സ്നേഹങ്ങൾ, വാത്സല്യങ്ങൾ കിട്ടും. ഇപ്പോൾ ചന്ദ്രൻ 8-ാം ഭാവത്തിൽ നിൽക്കുകയെന്ന് വിചാരിച്ചോളൂ. ഇവിടെ 4-ാം ഭാവാധിപൻ രവിയാണെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വൃശ്ചികം എന്ന് വിചാരിച്ചോളൂ. വൃശ്ചികത്തിൻ്റെ അധിപൻ കുജൻ 12-ൽ നിൽക്കുകയെന്ന് വിചാരിച്ചോളൂ. 12-ൽ നിൽക്കുമ്പോൾ മാതാവിനെ സൂചിപ്പിക്കുന്നതിൻ്റെ ഗ്രഹം വന്നിരിക്കുന്നത് 8-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്.
അപ്പം ആ 8ാം ഭാവത്ത് നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ 4ാം ഭാവത്ത് ശനി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ തുല്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം എന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വളരെ ഈ അടുത്ത എപ്പിസോഡ് എന്ന് പറയുന്നത് കുജൻ്റെ കാരകത്വങ്ങളാണ്. അടുത്ത കുജൻ്റെ കാരകത്വങ്ങൾ കഴിഞ്ഞ് നമുക്ക് ഓരോ ഗ്രഹത്തിൻ്റെ കാരകത്വങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നന്ദി, നമസ്കാരം.